ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 8ാമത്തെ ചാപ്റ്റർ ക്വാഡ്രിലേറ്ററൽസ്. ഈ ചാപ്റ്ററിലെ എക്സസൈസ് 8.1ലെ തേർഡ് ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഡയഗണൽ AC ഓഫ് എ പാരലോഗ്രാം ABCD ബൈസെക്ട്സ് ആംഗിൾ A. സി ഫിഗർ കൊടുത്തിട്ടുണ്ട്. അവിടെ പാരലോഗ്രാം ABCD ഉണ്ട്. അതിൽ AC എന്ന ബൈസെക്ടർ ഉണ്ട്. അത് A എന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു. ഷോ ദാറ്റ് ഇറ്റ് ബൈസെക്ട് സി ഓൾസോ. ഇപ്പോൾ സി എന്ന ആംഗിളിലേയും കൂടി ബൈസെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ: ABCD ഈസ് എ റോംബസ്. ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ, ഇത് പാരലോഗ്രാം ആണ്. AB-യും CD-യും പാരലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ DAC ഈ ആംഗിൾ നോക്കാം. DAC എന്നുള്ള ആംഗിളും അതുപോലെ BCA ഈ രണ്ട് ആംഗിളും. ഇപ്പോൾ ഇവിടെ AD-യും BC-യും പാരലാണ്. അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കും ഇത് രണ്ടും. അതുകൊണ്ട് ആംഗിൾ DAC ഈക്വൽ ടു ആംഗിൾ BCA. DAC ഈക്വൽ ടു ആംഗിൾ BCA. കാരണം ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ DCA. BAC ഈ ആംഗിളും ആംഗിൾ DCA ഈ ആംഗിളും അതും ഓൾട്ടർനേറ്റ് ആംഗിൾസ് തന്നെയാണ്. കാരണം ഇവിടെ DCയും AB-യും പാരലാണ്. അപ്പോൾ അതിൻ്റെ റീസണും ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഇനി ആംഗിൾ DAC ഈക്വൽ ടു ആംഗിൾ BAC. ആംഗിൾ DAC ഈ ആംഗിളും ആംഗിൾ BAC. അതിൻ്റെ കാരണം അത് A എന്നുള്ളത് DAC-യും അതുപോലെ BAC-യും. അപ്പോൾ Aനെ ഈ AC ബൈസെക്ട് ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഗിവൺ. Therefore ആംഗിൾ BCA ഈക്വൽ ടു ആംഗിൾ DCA. BCA ഈക്വൽ ടു DCA. BCA ഇതാണ്, അതും DCA. കാരണം മുകളിൽ പറഞ്ഞിട്ടുണ്ട് കാരണങ്ങൾ. DCA-യും DAC-യും BAC ഈക്വൽ ആണ്. ഇവിടെ നമ്മൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറയാം AC ബൈസെക്ട്സ് ആംഗിൾ DBC ഓർ AC ബൈസെക്ട്സ് ആംഗിൾ C. അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒരു കാര്യം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ: ABCD ഈസ് എ റോംബസ്. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ABCD റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. പാരലോഗ്രാം ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ADC. ABC എന്നീ ട്രയാങ്കിളും ADC എന്നുള്ള ഈ രണ്ട് ട്രയാങ്കിൾ സെലക്ട് ചെയ്യണം. അതിൽ AC ഈക്വൽ ടു AC, അത് കോമൺ സൈഡ് ആണ്. അതുപോലെ ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ DAC. ആംഗിൾ BAC ഈ ആംഗിളും ആംഗിൾ DAC ഈ ആംഗിളും അത് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്, ഗിവൺ. ഇനി ആംഗിൾ BCA ഈക്വൽ ടു ആംഗിൾ DCA. BCA ഈ ആംഗിൾ അതുപോലെ DCA ഈ ആംഗിൾ ഇത് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റിനകത്ത് പ്രൂവ് ചെയ്തതാണ്. പ്രൂവ്ഡ് എബോവ് എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഇവിടെ ഈ AC എന്നുള്ള സൈഡും ഈ സൈഡിന്റെ രണ്ട് എൻഡിലുള്ള ഓരോ ആംഗിൾസും ആണ് നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടിയിരിക്കുന്നത്, ഈ രണ്ട് ട്രയാങ്കിളിന്റെയും. അപ്പോൾ therefore ട്രയാങ്കിൾ ABC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ADC ആണ്. കാരണം രണ്ട് ആംഗിളും ഒരു സൈഡും. ASA കോൺഗ്രുവൻസ് റൂൾ. therefore BC ഈക്വൽ ടു DC ആണ്. BC ഈക്വൽ ടു DC നമുക്ക് റീസൺ CPCT. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് AB ഈക്വൽ ടു DC, AB ഈക്വൽ ടു CD അല്ലെങ്കിൽ DC, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. BC ഈക്വൽ ടു DC എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് AB ഈക്വൽ ടു BC ഈക്വൽ ടു CD ഈക്വൽ ടു AD. അപ്പോൾ ഇവിടെ നാല് സൈഡും ഈക്വൽ ആണ്. അതുപോലെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ ഓൾ സൈഡ്സ് ആൻഡ് opposite angles are equal. Hence ABCD is a rhombus. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.